നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കോസ്മെറ്റിക് സർജറി. സർ, കോസ്മെറ്റിക് സർജറി എന്താണ്? കോസ്മെറ്റിക് സർജറി ആക്ച്വലി ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരു സർജറിയാണ്. നോർമലി നമ്മൾ കാണാറുണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്സിനോടാണ് കൂടുതലായിട്ടുള്ള അട്രാക്ഷൻ. ഇപ്പോൾ നമ്മളൊരു ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് കണ്ടാൽ അതിൻ്റെ അകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു വീട് നോക്കാൻ പോകുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട്, അല്ലെങ്കിൽ അതുപോലെ ക്ലോത്ത്സ് നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഏത് കാര്യം നോക്കിയാലും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നോക്കാറുള്ളത്. ആ സെയിം തിങ് നമ്മുടെ മനസ്സിൽ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ കിടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാരെ നോക്കുമ്പോഴും നമ്മൾ കൂടുതലായിട്ട് ബ്യൂട്ടിയുള്ള ആൾക്കാരെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ജോലിക്ക് പോയാൽ, ഒരു ഇൻ്റർവ്യൂക്ക് പോയാലും നമുക്ക് അറിവ് കൂടുതലുണ്ടെങ്കിലും ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഹാൻസം ആയിട്ടുള്ള കാണുന്ന ഒരാൾക്ക് കൂടുതൽ ഒരു ചാൻസ് കിട്ടാറുണ്ട്. അത് ആക്ച്വലി അത് സയൻറ്റിഫിക്കലി പ്രൂവനാണ്. അപ്പോൾ അതുപോലെ തന്നെ മാരേജിന് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൂടുതൽ നല്ലതായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരെ പ്രിഫർ ചെയ്യും. ഇപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ അതിനെ പ്രിഫർ, അത് നോർമൽ ഒരു ഹ്യൂമൻ മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ ഇപ്പം ഈ കോസ്മെറ്റിക് സർജറിയിലോട്ട് മാറാറുണ്ട്. നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി എങ്ങനെ എൻഹാൻസ് ചെയ്യും അല്ലെങ്കിൽ കൂടാനുള്ള ഏതെങ്കിലും മാർഗമുണ്ടോ, ആ ടെക്നിക്സ് എല്ലാം നമ്മൾ ഈ കോസ്മെറ്റിക് സർജറിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ആൾക്കാരെ കൂടുതലായിട്ട് അവരുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്ത് മോർ ബ്യൂട്ടിഫുൾ ആക്കാനുള്ള ഒരു ടെക്നിക്സ് ഞങ്ങൾ സർജറി യൂസ് ചെയ്യുന്നത്, അതാണ് കോസ്മെറ്റിക് സർജറി ആയിട്ട്. സർ, കോസ്മെറ്റിക് സർജറി ഫീൽഡിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ് അല്ലെങ്കിൽ സർജറീസ് ഉള്ളത്? കോസ്മെറ്റിക് സർജറിയിൽ നമ്മൾ ആക്ച്വലി ഏത് ബോഡിയിലെ ഏത് ഭാഗമാണെങ്കിലും അത് ഇപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കോസ്മെറ്റിക് സർജറിൻ്റെ അണ്ടർ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫാറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ലൈപ്പോസക്ഷൻ അല്ലെങ്കിൽ സർജിക്കൽ എക്സിഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പം ഫേസ് ആണെങ്കിൽ ഫേസ് ലിഫ്റ്റ്സ് ചെയ്യാറുണ്ട്. ലിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഫേസ് ലിഫ്റ്റ്സ് ഉണ്ട്, ആം ലിഫ്റ്റ്സ് ഉണ്ട്, ബ്രസ്റ്റ് ലിഫ്റ്റ്സ് ഉണ്ട്, തൈ ലിഫ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഫേസ് നമ്മൾ ഓൾഡ് ആവും തോറും നമ്മുടെ ഫേസ് കുറച്ച് സാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഫേസ് ലിഫ്റ്റ് സർജറി ഉണ്ട്. അതുപോലെ നമുക്ക് ആംസ്, ഇപ്പോൾ നമ്മൾ വയസ്സാകാൻ തോറും നമ്മുടെ ആംസിൻ്റെ സൈഡൊക്കെ തൂങ്ങാൻ തുടങ്ങും. അവിടെ ഇച്ചിരി ലാക്സിറ്റി വരും, സ്കിൻ ഇച്ചിരി ലാക്സ് ആവും നമ്മൾ ഏജ് ആവും തോറും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഷോർട്ട് സ്ലീവ് ഡ്രസ്സസ് ഇടുമ്പോഴത്തേക്കും ആംസ് ഒത്തിരി ഫണി ആയിട്ട് കാണും. അപ്പോൾ അതിന് നമുക്ക് ആം ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആമിൻ്റെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യും, ഫാറ്റ് അവിടെ എടുത്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി എക്സിഷൻ ചെയ്യും, സ്കിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ആം ലിഫ്റ്റ്. അതുപോലെ നമ്മുടെ തൈസ് അല്ലെങ്കിൽ തുടയുന്ന ഭാഗത്ത് ചിലപ്പോൾ ഫാറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, തൊലിയും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് അത് കുറയ്ക്കാറുണ്ട്. അതിന് തൈ ലിഫ്റ്റ് എന്ന് പറയും. ഏജ് ആവും തോറും ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽസിൽ നമുക്ക് ബ്രസ്റ്റ് കുറച്ച് സാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനൊരു ലിഫ്റ്റ് ചെയ്യാറുണ്ട്. സർജിക്കൽ ആയിട്ട് നമ്മളത് സ്കിന്നൊക്കെ കുറച്ചിട്ട് ബ്രസ്റ്റിൻ്റെ പൊസിഷൻ പിന്നെയും ഒറിജിനൽ പൊസിഷനിലോട്ട് ഇടാറുണ്ട്. അതൊരു ബ്രസ്റ്റ് ലിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറേ ലിഫ്റ്റ് സർജറീസ് ആയിട്ടുണ്ട്. സർ, ഈ ലിപ്പോസക്ഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ലിപ്പോസക്ഷൻ ഹൗവർ യു സേ ഇറ്റ്, നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ സംഭവം. ഒരുപാട് പേര് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതെന്താണ് ശരിക്കും സർ ലിപ്പോസക്ഷൻ? ലൈപ്പോസക്ഷൻ ആക്ച്വലി ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ അത് എടുക്കാമെന്നുള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ ആക്ച്വലി കൂടുതലായിട്ട് നമ്മൾ നടക്കുകയും കൂടുതലായിട്ട് ജോലി ചെയ്യുകയും ആ ഒരു വേയിലായിരുന്നു നമ്മുടെ ലീവ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ. പക്ഷേ ഇപ്പോൾ അത് മാറി നമ്മൾ കൂടുതലായിട്ട് ഒരു സെഡൻറ്ററി ആയിട്ട് ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഓഫീസിൽ പോകുന്നു, ഒരു 10 മണിക്കൂർ ഇരിക്കുന്നു, പിന്നെ എണീച്ച് വരുന്നു, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഫുഡ് സ്റ്റൈൽസ് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഫാറ്റ് കൂടുതൽ കഴിക്കാറുണ്ട്, ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നു, വെജിറ്റേറിയൻ ഡയറ്റ് നമ്മൾ വിട്ടിട്ട് നമ്മൾ കൂടുതലായിട്ട് നോൺ വെജ് കഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് തുടക്കത്തിൽ കൊച്ചിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ പതുക്കെ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞ് ആ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സസൈസ് കൊണ്ട് കുറയ്ക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ വരത്തില്ല, ഒക്കത്തില്ല. എക്സസൈസ് ചെയ്താലും ചിലപ്പോൾ ആ ഫാറ്റ് കുറയത്തില്ല. അതുപോലെ നമ്മൾ ഡയറ്റിങ് ചെയ്താലും ചിലപ്പം കുറയത്തില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻസും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും. അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാൻ ഒക്കത്തില്ല.
അപ്പോഴും പിന്നെ ഫാറ്റ് കഴിക്കുമ്പോൾ ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫാറ്റ് നമ്മൾ എടുക്കാമെന്നുള്ള ഒരു ടെക്നിക്ക് ആ ലൈപ്പോസക്ഷൻ വന്നേക്കുന്ന ഒരു ടെക്നിക്കാണ് ലൈപ്പോസക്ഷൻ. അപ്പോൾ ഈ ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കീ ഹോൾ സർജറിയാണ്. ഒരു 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഇൻസിഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഇൻസിഷനിൽ കൂടെ നമ്മൾ ഒരു കുഴലിട്ട് ആദ്യം നമ്മൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യും. അതിൻ്റെ ഇതൊരു സ്പെഷ്യൽ ഫ്ലൂയിഡാണ്. ഇത് ആക്ച്വലി ഫാറ്റിനെ ഒന്ന് ലൂസാക്കുകയും ബ്ലീഡിങ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യും. ഇത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഇതിൻ്റെ ആക്ഷൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സക്ഷൻ മെഷീനും ഈ ഒരു ക്യാനല ഇട്ടിട്ട് ഈ ഫാറ്റ് നമ്മൾ പതുക്കെ ബോഡിയിൽ നിന്ന് സക്ക് ചെയ്ത് കളയും. അപ്പോൾ അതാ ഒരു കീ ഹോൾ സർജറി ആയിട്ട് ഈ ഫാറ്റ് നമ്മൾ ബോഡിയിൽ നിന്ന് വെളിയെടുക്കുന്നത്. അപ്പം അതാണ് ബേസിക്കലി നമ്മുടെ ഒരു ലൈപ്പോസക്ഷൻ പ്രൊസീജിയറായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു നോർമലി നമ്മൾ ഈ എന്താ പറയുക ഒരു വെയിറ്റ് ലോസ് ആയിട്ടല്ല ഈ ലൈപ്പോസക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 140 kg ഉള്ള മനുഷ്യനോട് നമ്മൾ വന്ന് എൻ്റെ ഒരു 60 kg ഒന്ന് കുറയ്ക്കാൻ നോക്കുന്ന പറഞ്ഞാൽ അത് ലൈപ്പോസക്ഷൻ അങ്ങനത്തെ ഒരു സർജറിക്ക് വേണ്ടി ഉള്ള ഒരു പ്രൊസീജിയർ അല്ല. ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറ്റിങ്ങും എക്സസൈസും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാലും നമുക്ക് കുറേ ഏരിയാസിൽ ഫാറ്റൊക്കെ കുറയാതിരിക്കും. അതൊരു റെസിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് ഫാറ്റ്. ഇപ്പം ചിലപ്പം വയറിൻ്റെ അടിയിൽ ടമി അല്ലെങ്കിൽ ആംസിൻ്റെ അവിടെ തൈസിൻ്റെ അവിടെ എത്ര എക്സസൈസ് ചെയ്താലും ചിലപ്പം അത് പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ലൈപ്പോസക്ഷൻ യൂസ് ചെയ്യാം കൂടുതലായിട്ട്. പക്ഷേ അതൊരു വെയിറ്റ് റിഡക്ഷൻ ടെക്നിക്കല്ല. അത് ബേസിക്കലി അത് ഫാറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുന്നത് അപ്പിയറൻസസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. നോർമലി ഒരു 5 ലിറ്റേഴ്സിന് അണ്ടർ ക്വൈറ്റ് സേഫാണ്. 5ൻ്റെ മേളിലാകുമ്പോൾ കുറച്ച് സേഫ്റ്റി ഇച്ചിരി പ്രോബ്ലം വരുന്നത്. അപ്പോൾ ആകുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ നമ്മൾ എത്രയും കൂടുതലായിട്ട് നമ്മൾ ഫാറ്റ് സക്ക് ചെയ്യുന്ന അത്രയും ചിലപ്പം നമുക്ക് ICU കെയറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. യൂഷ്വൽ സേഫ്റ്റി ഒരു 5 ലിറ്റേഴ്സിന് താഴെയാണെങ്കിൽ ക്വൈറ്റ് ഒരു സേഫ് ആയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ സർ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഈ ലൈപ്പോസക്ഷൻ ചെയ്യുന്നത്? ലൈപ്പോസക്ഷൻ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നോർമലായിട്ടുള്ള എല്ലാ സർജറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, ഹെമാറ്റോമ അല്ലെങ്കിൽ ബ്ലഡ് കൂട്ടിക്കിടക്കുന്നത്, അതുപോലെ സിറോമാസ്, ഈ ബോഡിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവാറുണ്ട്. റെയറായിട്ട് ഈ ഫാറ്റ് ബ്ലഡ് വെസലിൽ കയറി എംബോളിസം ആയിട്ട് ആവാറുണ്ട്. പക്ഷേ അത് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു അൺകോമൺ കോംപ്ലിക്കേഷന് ഒത്തിരി അതും കൂടുതലായിട്ട് നമ്മൾ ഒത്തിരി ഹെവി വോളിയം അല്ലെങ്കിൽ ഹൈ വോളിയം ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ആവാറുണ്ട്. സർ ഒരു പ്രായമുണ്ടോ? അതായത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ? നോർമലി ചിൽഡ്രനിൽ നമ്മൾ ഇത് അഡ്വൈസ് ചെയ്യാറില്ല. നോർമലി ഒരു അഡൾട്ട്സിനാണ് കൂടുതലായിട്ട് ചെയ്യാറില്ല. പിന്നെ ഓൾഡ് ഏജിലും അത് ഒരു പേഴ്സൺ ഫിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 60 ഇയർ ഓൾഡ് ഇൻഡിവിജ്വൽ ആണെങ്കിലും നല്ലൊരു മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. 70 ഇയർ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു കുട്ടികൾക്ക് യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ ചില കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യാറുണ്ട് കുട്ടികൾക്ക്. അതിപ്പം ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ നോർമലി ഒരു 12-14 ആകുമ്പോഴത്തേക്കും നോർമൽ ഹോർമോണൽ ചേഞ്ചസ് മെയിൽ ബ്രസ്റ്റിൽ ഓവറുണ്ട്. അപ്പോൾ അങ്ങനെ ഹോർമോൺ ചേഞ്ചസിൽ ബ്രസ്റ്റ് ചിലപ്പോൾ മെയിൽസിൽ കുറച്ചൊന്ന് സൈസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് യൂഷ്വലി ഒരു 14 to 16 അകത്ത് അത് സെറ്റിൽ ആവാറുണ്ട്. അഥവാ അത് സെറ്റിൽ ആയില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഭയങ്കര ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. അവർക്ക് സ്വിമ്മിങ്ങിന് പോകത്തില്ല, അവർക്ക് തുണി മാറ്റാനും വേറെ പ്രശ്നങ്ങളിലും എല്ലാം വേറെ ഫ്രണ്ട്സിനെ കൂടെ നിൽക്കാനും ഫ്രണ്ട്സ് കളിയാക്കുകയും അങ്ങനെയൊക്കെ കുറേ ടീഷർട്ട്സ് ഇടാക്കത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുള്ളപ്പം നമ്മളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു യങ്ങർ ഏജ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും ഒരു ഒരു വെരി യങ് ചിൽഡ്രനിൽ ചെയ്യാറില്ല. അത് ആക്ച്വലി ഒരു 14-15 ആവറേജ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. അത് അങ്ങനത്തെ ഒരു ചില ഇൻഡിക്കേഷൻസിലേ ഉള്ളൂ യങ് ഏജ് ചെയ്യാറ്. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ അഡൽട്ട്സിനാണ് അത് ചെയ്യാറ്. സർ ഈ ടമ്മി ടക്ക് എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താണ് സാർ സംഭവം? ടമ്മി ടക്ക് ആക്ച്വലി ഈ വയറ് ചാടിക്കിടക്കുന്ന അല്ലെങ്കിൽ കൊടുവയറുള്ള ഒരു ആൾക്കാർക്കാണ് ചെയ്യാറുള്ളത്. നോർമലി അത് 2-3 പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് ഈ വയറ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ് ലീഡ് ചെയ്ത് ഫാറ്റി ഡയറ്റ് കൂടുതൽ കഴിച്ച് ആകുമ്പോൾ നമ്മുടെ വയറിൽ ആ ഭാഗത്ത് ഫാറ്റ് അധികമായിട്ട് ഡെപ്പോസിറ്റ് ആകും. അപ്പോൾ അത് ഫാറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കൊടുവയറ് പോലെ തോന്നും. സെക്കൻഡ് കോസ് നമ്മുടെ എക്സസൈസ് ഒന്നും ഇല്ലാതെ ലാക്സ് മസിൽസ് ഉണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസൊക്കെ വീക്ക് ആകുമ്പോഴത്തേക്കും വയറിങ്ങനെ ചാടിക്കിടക്കും. മൂന്നാമത്തെ ചിലപ്പോൾ നമ്മൾ ഓവർ വെയ്റ്റ് ആയ പേഴ്സൺ ആദ്യം വെയിറ്റ് ലൂസ് ചെയ്തിട്ട് സഡൻലി നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ലൂസായി ഇങ്ങനെ ചാടിക്കിടക്കും. അങ്ങനെ 2-3 പ്രശ്നങ്ങളുണ്ട് ഈ വയറിൻ്റെ ഭാഗത്തുള്ള ഈ ഇതിന് നമ്മൾ ലിഫ്റ്റ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇത് പേഷ്യൻസ് വരുന്ന നമ്മൾ നോർമലി ഒരു ഇവാലുവേഷൻ ചെയ്യാറുണ്ട്. എന്തുവാ ഇവരുടെ പ്രശ്നം? ഒന്ന് ഫാറ്റ് ആണോ കൂടുതൽ, മസിൽ ലാക്സിറ്റി ആണോ, അതോ സ്കിൻ ലാക്സിറ്റി ആണോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഭാഗമാണ് നമ്മൾ. ഇപ്പം ഫാറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കീ ഹോൾ സർജറി പോലെ 2-3 കൊച്ച് 1 സെൻറ്റിമീറ്റർ ഇൻസിഷൻ ചെയ്തിട്ട് ഈ കുരലിട്ടിട്ട് ഫാറ്റ് നമ്മൾ സക്ക് ചെയ്തിട്ട് അവരുടെ വയറിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. രണ്ടാമത്തെ മസിൽ ലാക്സിറ്റി ഉണ്ടെങ്കിൽ ആ മസിൽസ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുന്നത്, വലിയൊരു ഇൻസിഷൻ ഉണ്ടാക്കി പൊക്കിളിൻ്റെ താഴെ ഒരു ഇൻസിഷൻ ഉണ്ടാക്കും, അംബ്ലിക്കസിന് താഴെ ഇൻസിഷൻ ഉണ്ടാക്കി ഈ ഫ്ലാപ്പ് മുഴുവൻ റേസ് ചെയ്തിട്ട് താഴത്തെ മസിലിനെ ഓപ്പൺ ചെയ്യും. ഈ മസിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ റിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ അതിങ്ങനെ വൈഡായിട്ട് കിടക്കും. നോർമൽ മസിൽസ് ഇങ്ങനെ സെൻട്രലായിട്ട് വന്ന് നമ്മൾ ഈ 6 പാക്സ് കണ്ടിട്ടില്ല, അതുപോലെ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ നമ്മൾ പ്രഗ്നൻസിയിലും എക്സസൈസ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ നമ്മുടെ ഈ വയറങ്ങ് ലാക്സ് ആവും. അപ്പോൾ ഈ മസിൽസ് അങ്ങ് സ്പ്രെഡ് ആവും. അപ്പോൾ ഈ സ്പ്രെഡായ മസിൽസിന് തിരിച്ച് അവരുടെ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് അവരെ പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ആ കറക്റ്റ് ലൈൻ ഇട്ടിട്ട് അതാ മസിൽ റിപ്പയർ എന്ന് പറയുന്നത്, റെക്ടസ് മസിൽ റിപ്പയർ. ആ ഫേഷ്യയും മസിലും എല്ലാം റിപ്പയർ ചെയ്യണം. ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മൂന്നാമത്തെ പ്രശ്നം നോക്കാൻ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്കിൻ അങ്ങ് ലാക്സ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്താലും സ്കിൻ ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പം സ്കിന്നിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അംബ്ലിക്കസിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവും. അപ്പം ആ പൊക്കിളിൻ്റെ പൊസിഷൻ തിരിച്ച് ഒരു പുതിയ നിയോ അംബ്ലിക്കസ് അല്ലെങ്കിൽ ഒരു പുതിയ ഹോൾ ഉണ്ടാക്കി ആ അംബ്ലിക്കസിൻ്റെ പൊസിഷൻ മാറ്റി വന്നു. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് നമ്മുടെ അബ്ഡോമിനോപ്ലാസ്റ്റി സർജറി പറഞ്ഞ് അല്ലെങ്കിൽ ടമ്മി ടക്ക് എന്ന് പറഞ്ഞ്. ഇതൊരു ഫുൾ ടമ്മി ടക്കാണ്. മിനി ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ മാത്രം വയറിൻ്റെ അടിഭാഗത്ത് ഉള്ള ദശയും സ്കിന്നും കട്ട് ചെയ്ത് കളയുമ്പോൾ അതൊരു മിനി